അങ്ങോട്ടയ്യാ മരണക്കിണറ്, ഇവിടെ പാതാള കിണറ്. ഇത് മറ്റേ മറ്റേ സ്വർഗത്തിൽ കൊണ്ടോട്ടാ. ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് കാട്ടാൽ പുസ്തക മേളയ്ക്കാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ എൻട്രൻസിലേക്കാണ്. ഉള്ളിലോട്ട് പോകണം, ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മളിത് അകത്തോട്ട് കയറി പോവുകയാണ്. ഇത് എവിടെയാണ് മെയിൻ എൻട്രൻസ് പറഞ്ഞാൽ ഇവിടെയൊക്കെ വെച്ചിട്ട് കാണാം. നമുക്ക് ടിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ബുക്ക് സ്റ്റാളാണ് പറയുന്നത്. ബുക്ക് സ്റ്റാൾ പല ഐറ്റം ബുക്സ് ഒക്കെ ഇവിടെ കാണാം. രണ്ട് സൈഡിലും ബുക്സ് ഉണ്ട്. എല്ലാവരും ബുക്കൊക്കെ വായിക്കും. ഇതാ വീഡിയോ ഈ അപ്പൂപ്പനെ എവിടെയാ കണ്ടിട്ടുണ്ട്? രാജീവിത ബുക്ക് വാങ്ങാൻ പോവുകയാണ്. ഏത് ബുക്കടാ വാങ്ങണേ? ബുക്കില്ലെന്ന് ചെക്കുവരെ വേണ്ട, വേറെ എന്തിനായിരിക്കും. ഇതെന്തിനാ മറ്റേ പൂത്തിരി വല്ല കത്തണ ആ സാധനം അല്ല. ഇത് ഇത് അങ്ങ് പോയിട്ട് ആകാശത്ത് പൊട്ടോന്നാണ് പറയുന്നത്. ആകാശത്ത് പൊട്ടോ എന്നിട്ട് ചെകുവര ഇങ്ങനെ തെളിഞ്ഞ് ചെക്കുവരെ തെളിഞ്ഞു വരും. പുസ്തകത്തിന്റെ പ്രദർശനം നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്തത് പട്ടുസാരി എടുക്കാം. ഇവിടെ ഇനി കുറച്ച് പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടാണ് വാങ്ങാതെ അതിന്റെ കൊണ്ടുവരണം കേട്ടാ. ആ മാമേ അടുത്തിനി എന്തിനാ? മോയ്സ്ചറൈസറാ ഇതേ വല്ല വാങ്ങുമോ? അടുത്തത് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ്. കൂടിയതേ ഉപയോഗിക്കുമോ? രാഹുൽ കൂടിയതേ ഉപയോഗിക്കും, കുറഞ്ഞത് ഉപയോഗിക്കില്ല. എന്തായാലും കൂടെ ഏത് ഓർഡർ ചെയ്തേ ഉള്ളൂ. ഗ്ലോബൽ ഇതാ വെച്ചോ. ഇവിടുന്ന് പോകുമ്പോ നമുക്ക് നാളെ ആക്രമിക്കാനുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. രാജീവിന്റെ തന്നെ ഒരു കെട്ടിനാണ് ഇപ്പൊ നോട്ടീസ് കിട്ടിയിട്ടുള്ളത്. സ്റ്റാറിനുണ്ടെങ്കിൽ ഇത് 3 ദിവസം കൊണ്ട് മാറി. ഷാമ്പു എണ്ണ വാങ്ങണോ? അടുത്തത് സോഫ കൊള്ളാമോ? ഇവിടെ ഫർണിച്ചർ ഐറ്റംസ് ആണ്. ഇതേപോലത്തെ നിനക്കുടനെ വയ്ക്കാം കട്ടില്. അടുത്തത് ബോഡി മസാജർ. ആവശ്യമുണ്ട്. പുതിയ പ്രോഡക്റ്റ് ആണ്. കാലിലൊക്കെ ഉപയോഗിക്കാം. അതിന്റെ ദേഹത്ത് എല്ലായിടും ഉപയോഗിക്കാം. അടുത്തത് ഗ്ലാസിന്റെ സ്റ്റോണാണ്. 3 എണ്ണം 100 രൂപ. അടുത്ത് വാച്ച് കണ്ണാടി. നമ്മൾ ഗോവയിൽ പോയിട്ട് വന്നപ്പോ ഇങ്ങനത്തെ സാധനങ്ങളല്ല വാങ്ങിയത്. ഇതിന്റെ ആവശ്യമില്ല. സ്മാർട്ട് വാച്ചാടേ, സ്മാർട്ട് വാച്ച്. വാച്ച് 7 സ്റ്റാപ്പാണ്. സ്റ്റാപ്പ് എല്ലാം കൂടെ 750 രൂപയാണ്. ഇവിടെ വരണവര് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് വരുമ്പോഴേ കാണാം കണ്ണാടി. ഗൈസ് ന്യൂലി മാരീഡ് കപ്പിൾസ് വായണ്ട ഇത് നമുക്ക് കുളിക്കണ്ടേ? അത്തറിന്റെ ഒരു സ്റ്റോറുണ്ട്. നമ്മൾ ഗോവയിൽ വെച്ചൊന്നും വാങ്ങിച്ചായിരുന്നു. മൊത്തത്തിൽ അടപടനം പൊട്ടിയിരിക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും അടുത്ത മാസം സാലറി ഇട്ടിട്ട് വേണം അടുത്ത് അടിച്ചു പൊളിക്കാൻ. അടുത്ത അത്തർ വാങ്ങാൻ ഏതെടുത്തായാലും 10 രൂപ, ഏതെടുത്താലും 100 രൂപ. 10 രൂപ
ഏതെടുത്താലും 100 രൂപ. അടുത്തതാ ജ്വല്ലറീസ് ആണ്, ജ്വല്ലറി ഐറ്റംസ്. മലയാളം കൊള്ളാമോ? പെണ്ണിന്റെ മാല ഉണ്ട്, പെണ്ണിന്റെ മാലയാണ്. ഓടി വരിക ഒരു ഏതെടുത്താലും 100 രൂപ. അടുത്ത ഡ്രസ്സിന്റെ സെക്ഷൻ ആണേ. നൈറ്റി, ഇത് ഏതോ ആഡിൽ ഞാൻ കണ്ടായിരുന്നു. ഷോൾ 50 രൂപ, പലാസ 150. ആ പലാസ 150. അടുത്ത വിത്തുകൾ എടുക്കാം. അടുത്ത വിത്തുകൾ. ഇതാ മാമനാണ് വിത്ത് വയ്ക്കുന്നത്. അടുത്ത മുട്ടായി ഐറ്റംസ്, രാജീവിന്റെ പറ്റിയ ഐറ്റംസ് ആണ്. അതിന്റെ അത് ക്യാരേജ് ചെയ്ത് ഇവിടെ എത്തിയപ്പോ ഇതാ ഫ്രണ്ടിൽ നിന്ന് ഇതാ പോണം. വല്ല വാങ്ങണം. 100 രൂപയ്ക്ക് തേൻ മുട്ടായി. തറയിൽ കിടന്ന് കൂള് മുട്ടായി കിട്ടി. പുളി മുട്ടായി. ഇതൊക്കെ പോക്കറ്റ് ഇട്ടോണ്ട് അവിടെ പോയി സ്കാൻ ആയിട്ട് കിണികിണി അടിക്കും. പുള്ളി കളർഫുൾ ആണ്. വീണ്ടും കമ്മൽ, പൊട്ട്, മാല, ചീപ്പ്, അടുത്ത തൊപ്പി, വാച്ച്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അടുത്ത് എല്ലായിടവും പോയി തളർന്ന് പറഞ്ഞവർക്ക് ഐസ്ക്രീം. ഇവിടെ ബബിൾസ് ഒക്കെ പറയുന്നു. ബബിൾസ് ആണ്. ഫോണിന്റെ പൗച്ചസ് ആണ്. ഉള്ള ഒരു ഗോൾഡൻ മയമാണല്ലോ. ബേസ് അടുത്ത് അച്ചാറിന്റെ സെക്ഷൻ ആണ്. ഇതെന്തൊരു അവിയില്ല, കടൽ അച്ചാറാണ്, നെല്ലിക്ക അച്ചാറാണ് ഏട്ടാ. രാജസ്ഥാനി എന്നുള്ളതാണ്. രാജസ്ഥാനി ഹോം മെയ്ഡ് പിക്കിൾസ് എന്നാണ് എന്റെ പേര്. ഏട്ടാ ഫുള്ള് കളർഫുൾ ആയിട്ട്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് കാണണമെങ്കിൽ അടുത്ത് ലുലു മാളിൽ പോയാലും കാണാൻ പറ്റും. 4 100 രൂപ. ഏതെടുത്താലും 4 100 രൂപ. അടുത്തത് പോപ്കോൺ. ഇവിടെ നിന്ന് അടുത്ത് പോപ്കോൺ വാങ്ങിച്ചാൽ അവിടെ ലാസ്റ്റ് ഇറങ്ങുന്നിടത്ത് ഇനി ഓരോ പരിപാടികളുണ്ട് ഓരോ ദിവസം. നമുക്ക് അതും കണ്ട് എൻജോയ് ചെയ്തിരിക്കാം. കരിപ്പട്ടി, സോറി, എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഔഷധ കരിപ്പട്ടിയാണ്, ആയുർവേദ ഔഷധ കരിപ്പട്ടി. ചേട്ടാ കുറച്ച് ചേട്ടാ നമുക്ക് കിട്ടി. ഔഷധ കരിപ്പട്ടി പൊളി ടേസ്റ്റ് ഗൈസ്. സാധാ കരിപ്പട്ടി പോലെയല്ല, ഔഷധത്തിന്റെ ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ട്, ഒരു പച്ചപ്പുണ്ട്, അത് തന്നെ. അടുത്തത് മൈലാഞ്ചിയുടെ സ്റ്റോളാണ്. ഔഷധ കരിപ്പട്ടി ഊമ്പിയിലാണ്. ഔഷധ കരിപ്പട്ടി കഴിച്ചിട്ട് തൊണ്ടയൊക്കെ വേദനിക്കുന്നു. പണിയാവുമെന്നോ. ഏകദേശം പുറത്തെത്തിയിട്ടുണ്ട്. പുറത്തെത്തി. അവിടെയാണ് മെയിൻ സ്റ്റേജ് വരുന്നത്. ഇനി ഇവിടെ ഐസ്ക്രീം, അപ്പുറത്ത് ടീ സ്റ്റോള് കണ്ടിട്ട് വരാം. നമ്മളൊക്കെ ഫ്രണ്ടിന്റെ ആയിട്ടാണ്. ചായ ആൻഡ് സ്നാക്സ് നമ്മളൊരു ഫ്രണ്ടിന്റെയാണ്. നമ്മൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പുറത്ത് വീണ്ടും ഐസ്ക്രീം സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളക്കെട്ടുണ്ട്, ഡാൻസ് കളിക്കാം. അവിടെ മെയിൻ സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ എന്തോ ചെറിയ പരിപാടികളൊക്കെയാണ്. അങ്ങോട്ട് മരണക്കിണർ, ഇവിടെ പാതാള കിണർ, ഇത് മറ്റേ സ്വർഗത്തിൽ ഇവിടെ മറ്റേ വള്ളത്തിലിരുന്ന് ആട്ടുന്ന സാധനം. ഉള്ളിലെ ചെളിയാണ്. പറഞ്ഞവര് അതിന് ഇടക്കാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വരിക. കരിപ്പട്ടിന്ന് കല്ല് കേട്ടിട്ട്
രാഹുല് ഇതേപോലത്തെ ഒരു സാധനം വെച്ച് എന്തൊരു ഒരു റീല് കേട്ടത്. 18+ ആണോ? 18+ ആണോ? 18+ റീലാണ്, ഡയറക്റ്റ് കണ്ടല്ല. പിള്ളേരൊക്കെ ഒന്ന് പറയണേ. സ്റ്റോളിന്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ചെരുപ്പ്, ചപ്പൽസ് ആൻഡ് ബാഗ്സ് ആണ്. പലതരത്തിലുള്ള ബാഗുകൾ. 150 രൂപയ്ക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത് ചെരുപ്പ്. അല്ല 50 രൂപയ്ക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യും. ക്വാളിറ്റി ഉള്ള ഇവിടെ നിന്നോ പോകാൻ നേരത്തെ വിളിക്കാം. തറയിലൊക്കെ ഇട്ട് ആരൊക്കെ ചെളിയാക്കി. ബോക്സ് മോഡലൊക്കെ 150 രൂപ. ഇത് കൊള്ളാമോ ഏട്ടാ? വെള്ളം ഒന്നും ഉണ്ടായിരുന്നു. വെള്ളം. വാവ്. ആരെയോ താക്കോല് കളഞ്ഞിട്ടുണ്ട്. പോണാക്കി വലത്തേക്കാൽ ഇടത്തേക്കാൽ വലത്തേക്കാൽ. അടുത്തതാ വലിയൊരു കനാല്. അതും ക്രോസ്. ഗൈസ്, ഇന്നലെ ബാക്കി വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബാക്കി വീഡിയോ ഞാൻ വന്നിട്ടുണ്ട്. രാഹുല്, രാജീവ് ഇവിടെ എല്ലാരും മറ്റേ ചൂടായിട്ടൊക്കെ കളറില്ലാത്ത നാച്ചുറൽ സാധനം. അമ്മ സ്റ്റാള് കളർന്നുള്ള നാച്ചുറൽ ചുവപ്പ് കളറല്ല. ഫ്രീ പ്രൊമോഷൻ. ഇവിടെ കളർ ഉള്ളതാണ്. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് വീണ്ടും ഇവിടെ ചായക്കട. ധരിച്ചാട്ട ഒരു ഹായ കാര്യം. അടുത്ത നമുക്ക് റൈഡിലോട്ട് പോകാം. ഇന്നലെ ഇവിടെ ഒറ്റ അനക്കമില്ലായിരുന്നു. ഇന്ന് നല്ല അനക്കമുണ്ട്. പക്ഷെ ഇന്നലെ നല്ല തിരക്കുമായിരുന്നു. 2 ലെയർ ഐസ്ക്രീം ഒക്കെ. 3 ഫ്ലേവർ 30 രൂപ. അവനും ഫ്രീ പ്രൊമോഷൻ. നമുക്ക് ചെളിയിലൊന്നും അകപ്പെടാതെ നമുക്ക് പയ്യെ എസ്കേപ്പ് ആവാം. റൈഡ് ഇല്ലൊക്കെ പോണമുണ്ട്. അവിടെ പരിപാടി എന്നൊക്കെ നടക്കുകയാണ്. സമയം 10:30. അവിടെ പ്രസംഗം നടക്കണേ. വേറെ പരിപാടി തുടങ്ങി. നന്ദി നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. പോലീസ് വണ്ടി ജീവിക്കണമെങ്കിൽ രാജീവിനെ പെണ്ണായിട്ട് അവൻ ചെരുപ്പ് വാങ്ങാൻ പറ്റുന്നുണ്ട്. ക്യൂട്ടക്സ് വാങ്ങിച്ചു കൊടുത്ത്. ലിപ്സ്റ്റിക് ആണ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ ഏതാ അടുത്തതാ വാങ്ങിച്ചാ ചെരുപ്പ് നോക്കി പെയ്യണം. നമ്മൾ പറഞ്ഞ ആള് നോക്കി വെച്ചിരുന്നോ? ചാക്കേര ആ ഭാഗത്തൊക്കെ കാണാൻ പറ്റും. ഇന്നലെ വേറെ സ്റ്റാളുകളൊന്നും കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഫ്രണ്ടിലൊരു ഷർട്ട് ആൻഡ് പാൻസ്. ഇവിടെ ഏതാ മറ്റേ 200 രൂപയ്ക്ക് കൂപ്പൺ എടുത്താൽ കിട്ടുന്ന സമ്മാനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 200 രൂപയ്ക്കുള്ള കൂപ്പൺ ആണെങ്കിൽ നിങ്ങളെല്ലാം ഈ ഐസ്ക്രീം കടയുടെ അപ്പുറത്തുള്ള മെയിൻ എൻട്രൻസിന്റെ അവിടെയുള്ള ഇവിടെയാണ് കാട്ടാക്കടയിൽ നിന്ന് പറഞ്ഞ വഴിയാണ്. കാട്ടാക്കടയിൽ നിന്ന് വെള്ളത്തിലോട്ട് പോകുന്ന വഴിയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഞാൻ പറഞ്ഞ ഇന്നലെ നേരെ ലെഫ്റ്റ് സൈഡിലാണ്. 200 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്താ ഭാഗ്യം പോലെ സൈക്കിൾ 41 മുതൽ ഇതിൽ തന്നെ കുറെ സമ്മാനങ്ങളൊക്കെ ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെയാണ് പറയുന്നത്. ചെടികളാണ്, പലതരത്തിലുള്ള ചെടികൾ. രാവിലെ എന്റെ ഇടയിൽ നിന്ന് ഒരു വലിയൊരു അടുത്ത് ഇവിടെ നിന്ന് നേരെ പോകുമ്പോ അടുത്ത് നമ്മളെ ഇൻഡസ് മോട്ടേഴ്സിന്റെ അടുത്ത് ഡിസ്പ്ലേ ആണ് കാണുന്നത്. കാറ് വല്ലതും വേണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ മാരുതിയുടെ കാറ് വല്ലതും വേണമെങ്കിൽ ഇവിടെ പയ്യത്. ഇവിടുത്തെ പയ്യന്മാരാണ്. പേര് പറ. അർഷാദ്.
ഹായ് പറ. നമ്മളിതാ ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് കയറി പോയത്. അതൊക്കെ സ്റ്റോളുകൾ കാണാൻ. ഇങ്ങോട്ടുള്ള ഇവിടെ ഐസ്ക്രീം കടയാണ് കാണുന്നത്. രാജീവ് ഇതാണ് ടീച്ചറിനായിട്ട് സംസാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ അടുത്തത് നമ്മളെ പയ്യന്റെ TVS-ന്റെ ആട്ടകൾ കിടപ്പുണ്ട്. ഇലക്ട്രിക്കലിന്റെ CNG ആൻഡ് പെട്രോള് ലഭ്യമാണ്. ഒറ്റ ഓട്ടോ ഇവിടെ പോയി കാണാനില്ലെന്ന് പറഞ്ഞ പയ്യനെ കിട്ടിയിട്ടുണ്ട്. രാവിലെ മുങ്ങിയതാണ്. അടുത്തത് ഇവിടെയാണ് മെയിൻ സ്റ്റേജ് വരുന്നത്. ഇവിടെ ഇപ്പൊ ഡാൻസ് എന്തോ പരിപാടികളൊക്കെ നടക്കുകയാണ്. രാഹുലിന് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ റൈഡുകളാണ്. നമ്മൾ ഇന്നലെ കണ്ട വള്ളം പോലത്തെ സാധനം. കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള ചറകുന്ന സാധനം. അടുത്തത് നമ്മൾ റൈഡുകളുടെ ഇടയിൽ കൂടെ നടന്നു പോവുകയാണ്. ഇപ്പൊ അതൊക്കെ കറങ്ങുന്നില്ല. ഇന്നലത്തേനെ അപേക്ഷിച്ച് ക്രൗഡ് കുറവാണ്. കറങ്ങില്ല. ഇവിടുത്തെ റൈഡിൽ ആൾക്കാരെല്ലാം കയറ്റി ലോഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇവിടെ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള ചെറിയ രീതിയിലുള്ള ബോട്ട് സെറ്റപ്പ് ഉണ്ട്. പിള്ളേർക്ക് തുള്ളി കളിക്കാനുള്ള സെറ്റപ്പ്, പിള്ളേർക്ക് പിന്നെ കാറിലൊക്കെ ഇരുന്ന് പോകുന്ന സെറ്റപ്പ്, ഇവിടെയും കാറിലിരുന്നുള്ള സെറ്റപ്പ്. അവിടെ വലിയ ട്രെയിനൊക്കെ ഉണ്ട്. വലിയവർക്ക് ചെറിയവർക്ക് കയറാം. ഇവിടെയാണ് മറ്റേ മരണക്കിണർ വരുന്നത്. റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ കൺഫ്യൂഷനായി. അവര് ചെന്ന് ആ കമ്പിയിൽ ഇരിക്കുമെന്ന് നമുക്ക് തന്നെ പേടിയാണ്. അടുത്തത് ഇവിടെ മറ്റേ എന്തൊക്കെ ടാസ്കുകളാണ്. അവിടെ നല്ല വളയേറി ചേച്ചി കുറെ നേരം കൊണ്ട് ഗെയിം കളിക്കാൻ വളയറിയാൻ വേണ്ടി. ഇവിടെ എന്തിനാ ഇവിടെ മറ്റേ ബോൾ അറിയണം. സെറ്റ് പണം അടുത്ത് നമുക്ക് മെയിൻ സ്റ്റേജിൽ നിർത്താം. മെയിൻ സ്റ്റേജിൽ ഇപ്പം ഡാൻസ് കിടക്കുകയാണ്. സംഘനൃത്തം സാറിന്റെ ശില്പയുടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പിടിക്കാൻ വെച്ചാൽ ഇങ്ങനെ ഗ്ലാസിനൊക്കെ എറിഞ്ഞുള്ള ഇടാണ്. ഗൈസ് അതിലിതാ വെടി പൊട്ടിക്കുകയാണ്. പൊട്ടുമെന്ന് കണ്ടറിയാം. ഇതാ അതുലിന്റെ അനിയന്റെ കൂടെയാണ് അവളെ പയ്യേത പൊട്ടിച്ച്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. എല്ലാവരും കാട്ടാൽ പുസ്തകമേളയിലേക്ക് വന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണുക. അപ്പൊ ബൈ.